രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ കൊല്ലണം. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? നിന്നോട് ആരാ ഇത് പറഞ്ഞേ? ആര് പറഞ്ഞാലെന്താ? ഇതല്ലേ സത്യം. എന്ത് സത്യം അറിഞ്ഞാലും നീ വന്നേ പറ്റൂ. അതിനുള്ള പണം ഞാൻ നിനക്ക് എണ്ണി തന്നിട്ടുണ്ട്. മാഡത്തിനും ഒരു മോളല്ലേ? മോളെ കുറിച്ച് മാഡത്തിന് ഒരുപാട് പ്രതീക്ഷകളില്ലേ? അതുപോലെ എന്റെ അമ്മയ്ക്കും എന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ? എന്റെ മോളെ പണത്തിന് വേണ്ടിട്ട് എവിടെയും വേഷം കെട്ടാനായിട്ട് പോയിട്ടില്ല. പക്ഷെ അതല്ല നിന്റെ അവസ്ഥ. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഓർമ്മയുണ്ടല്ലോ. ഞാൻ എന്ത് പറയുന്നോ അത് നീ അനുസരിച്ചിരിക്കണം. അല്ലാതെ വെല്ലുവിളിയുടെ ഭാഷയിൽ സിത്താര എടുത്ത് സംസാരിക്കാൻ നിന്നാലേ നീ അവസാനിക്കാനായിട്ട് ശാപമൊന്നും വേണ്ടി വരില്ല. ഞാൻ വരില്ല എന്ന് പറഞ്ഞ ഞാൻ വരില്ല. നിങ്ങൾ എന്നെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ വരില്ല. കാര്യങ്ങൾക്ക് ഒരു തടസ്സം വരല്ലേ? എന്റെ അമ്മയെ കാത്തോണേ. ഈ ഡോക്ടർമാർ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല. ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ ചെക്കപ്പ് ഇപ്പൊ എത്രയായി? ഇപ്പതേ വീണ്ടും എല്ലാം ഡോക്ടർമാര് പരിശോധിക്കും. അമ്മ ഓപ്പറേഷന് പൂർണ്ണമായും ഓക്കെ ആണോന്ന് അവര് നോക്കുന്ന ടെസ്റ്റുകളും ഉണ്ട്. അതിനൊന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. കൃഷ്ണ അങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ നീ എന്റെ കൂടെ വരണം. വരില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. അതെവിടെ തന്നെ ആയോ? എന്തോ ഒരു മാറ്റം പോലെ. ഇടയ്ക്കിടയ്ക്ക് താനങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. അതൊന്നുമില്ല. ചില നേരത്ത് താൻ വളരെ സോഫ്റ്റ് ആയിരിക്കും, ചില നേരത്ത് കരുതി കൂട്ടിയൊരു ഗൗരവം. ഇതിലേതറിയാം? എന്താ നവീൻ? ഒന്നുമില്ല മേഡം, ഇന്ന് ഗാഥയുടെ മുഖത്ത് വല്ലാത്തൊരു കടുപ്പം. ഓ അതോ, രാവിലെ മുതൽ മോക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു.
എന്നാ പിന്നെ ആളൊരു ഭദ്രകാളിയാ. അത് മാറി വരുന്നതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. നവീൻ, ഇങ്ങ വന്നേ. കഥ ഞാനിപ്പോ മമ്മി, എനിക്ക് പകരം അഭിനയിക്കാനാണ് അവളെ കൊണ്ടുവന്നത്. അല്ലാതെ അവള് കാണിക്കുന്ന ഈ ചീപ്പ് നന്മ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതൊന്നും മമ്മി അവളോട് പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കേ, എല്ലാം ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഇപ്പൊ മോള് ഇത്തിരി കെയർഫുൾ ആയിട്ടൊന്ന് നിന്നേ പറ്റൂ. ഇത് കൊള്ളാം. അമ്മേ, ഗാഥേ ഇത് നോക്കി, ഞങ്ങളിത് ഗാഥയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. ഗാഥമോൾക്ക് വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തെടുത്താലും കാണാൻ നല്ല ചേലല്ലേ. എന്നാലേ നമുക്കൊന്ന് വെച്ച് നോക്കാല്ലേ. മോൾ അങ്ങോട്ട് മാറിയെന്നേ.